ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. കാരണം അത് പരിഹരിക്കും. കാരണം മകരവിളക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഞാൻ ഈ ശബരിമല സന്നിധാനത്തെ തിരക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റു വാഹനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ട്രാഫിക്കിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതെല്ലാം നമ്മൾ ദൂരീകരിക്കും. പിന്നെ പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം MLA രണ്ടിലുണ്ട്. അവരുടെ ചില ആശയങ്ങളുണ്ട്, അവരുടെ ചില ആശങ്കകളുമുണ്ട്. അതുകൂടി ദൂരീകരിച്ച് നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഉന്നയിക്കുന്ന ആശയങ്ങൾ കേട്ടതിന് ശേഷം നമ്മളതിന് പരിഹാരം കാണും. അപ്പോൾ അത് ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കൂടുതൽ ബസ്സുകൾ സജ്ജീകരിക്കും. എത്ര ബസ്സുകളെങ്കിലും തരും, അതൊന്നും കുഴപ്പമില്ല. ബസ്സിനൊന്നും ഒരു ഷോർട്ടേജും ഇല്ല. ആ കാര്യത്തിൽ 2-3 ദിവസത്തേക്ക് 13, 14, 15, 16 ഈ ദിവസങ്ങളിൽ എത്ര ബസ്സുകളെങ്കിലും തരാം. എവിടെ നിന്നുണ്ടെങ്കിലും എടുത്തു തരാം. അതിനൊന്നും ഒരു ആശങ്ക ആർക്കും വേണ്ട. അത് ഈ ബസ്സിനെ തടഞ്ഞിടരുത്. KSRTC ബസ്സുകളെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് തടഞ്ഞിടാൻ പാടില്ല. ഓരോ പോലീസ് കോൺസ്റ്റബിളും ഉദ്യോഗസ്ഥന്മാരും വന്ന് തടഞ്ഞിടുന്ന അത് പറ്റില്ല. KSRTC കടത്തി വിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള സംവിധാനം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അവിടെ വന്നിട്ടുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. ADGP രാവിലെ വന്നിരുന്നു എന്ന് എനിക്ക് സംസാരിച്ചു. കഴിഞ്ഞോട്ട് ബസ്സുകളിൽ കുറേ സമയം ആളുകൾ ഇരുന്ന് പോയിരുന്നു ഈ തടഞ്ഞിട്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് കയറി ഇരുന്ന് പിന്നെ ശരണം വിളി സമരവും നടത്തരുത്. അതും തെറ്റാണ്. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. ഞാൻ ദൈവവിശ്വാസി പറയാൻ മടിയില്ലാത്ത ആളാണ്. ഏറ്റവും കൂടുതൽ തവണ ശബരിമല പോയിട്ടുള്ള ആളായിരിക്കും. ആദ്യകാലങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ എല്ലാ മാസവും പോകുമായിരുന്നു ഞാൻ. അന്ന് ഇതുപോലെ വെളിച്ചവും ടാറ് കോൺക്രീറ്റ് ചെയ്ത റോഡൊന്നുമില്ല. ഈ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് പോയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തനിച്ച് രാത്രി 2 പേര് 3 പേരായിട്ട് ഇരുട്ടത്ത്, ലൈറ്റൊന്നുമില്ല. പലപ്പോഴും വന്നെത്തുമ്പോൾ രാത്രിയായി പോകും. മഴയൊക്കെ ഉള്ളപ്പോൾ കർക്കിടമാസി വരെ കയറി പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത് പറയരുത്. അങ്ങനെയൊന്നും കാര്യം സമരം ചെയ്യാനല്ലല്ലോ നമ്മൾ ശബരിമലയിലേക്ക് വരുന്നത്. അസൗകര്യം ഉണ്ടാവില്ല. ബസ്സുകൾ നിറയുന്നതനുസരിച്ച് ആളെ വിടും. അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല. ഒരു എന്തിനും നമ്മളവിടെ ഒരു മാർഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റും. നമ്മൾ ഭക്തിയമായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി മടങ്ങും. അവിടെ ക്ഷമയാണ്. അയ്യപ്പന് വേണ്ട 41 ദിവസം വ്രതം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ്. അസഭ്യം പറയില്ല, ദേഷ്യപ്പെടില്ല. നമ്മുടെ നാട്ടിലറിയില്ല. കുഞ്ഞുങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ അധ്യാപകർ പണ്ട് വഴക്കൂരും പറയത്തില്ല. ഈ വ്രതം എടുക്കുന്നത് മനഃശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതിന് വരുമ്പോൾ അത് ചെയ്യുക, ശരണം വിളിക്കുക. അല്ലെ ബസ്സിൻ്റെ മുമ്പിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവർ കൂടി തടസ്സം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു ദൈവവിശ്വാസി പറയുകയാണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആണെന്ന് പറയും. ബസ്സിൽ കയറ്റാനാണ് പ്രശ്നം. ഭയങ്കര തിരക്കാണ്. ബസ്സിലാണ് അയ്യപ്പന്മാരെ കയറാൻ. അല്ല, അതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കും. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആരോഗ്യം. ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്. ഒളിച്ചും പാത്തും പറയുന്നത് നിയമസഭയിൽ എത്തിയ പ്രസംഗം നടത്തിയിരിക്കും. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുക. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണിക്കും. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനം താഴെ വിറ്റാണ്. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകും. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയപ്പവും വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ സന്നിധാനം നിറയുകയാണ്. അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി അങ്ങ് പോകാമല്ലോ. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. നെയ്യഭിഷേകം നടത്തുന്നു. നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യൻ എന്നുള്ളതിനൊരു കാഴ്ചപ്പാട്. ഞാൻ നിയമസഭയിൽ എഴുതിയ പ്രശ്നം നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പുറമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം. കൂപ്പണുള്ള എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്ന് കൊടുക്കും. ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ. വഴിപാടല്ലേ വേണ്ട, പ്രസാദമല്ലേ. അപ്പം നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത് ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിയിച്ച് വാവരസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ. കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുത് അയ്യപ്പനെ തൊഴുത് വാവരസ്വാമിയുടെ അടുത്ത് പിന്നെ മാളികപ്പുറത്ത് പോയി വാവരസ്വാമിയെ തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തൽ വിശ്രമിക്കാൻ സമ്മതിക്കും. ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ താഴെ വന്നിട്ട് പമ്പയിൽ വിശ്രമിക്കാൻ പറ്റും. സന്നിധാനത്തെ തിരക്ക് പോവും. നിലയ്ക്കലിൽ നിന്നുള്ള ബസ് കയറുന്നത് ഭയങ്കര അതൊന്ന് പരിശോധിക്കുന്നില്ല. നിലയ്ക്കലിൽ നിന്ന് എന്താണ് തടസ്സം വരുന്നത് എന്നുള്ള നോക്കി 8 മണിക്കൂർ 9 മണിക്കൂർ അവിടെ ക്യൂ നിന്നിട്ടാണ്. അത് ശബരിമലയിൽ ബസ് കാത്തിക്കുന്നതിന്റെ തടസ്സം എന്താണ്? നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. എന്നാൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ നിലയ്ക്കൽ 8 മണിക്കൂർ ബസ്സിനല്ല നിൽക്കുന്നത്. ബസ്സിന് മുമ്പിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 8 മണിക്കൂറാവും. നിലയ്ക്കൽ ബസ്സിൽ ആളെ കുത്തി നിറച്ചിട്ട് അങ്ങനെ കുത്തിയൊന്നും നിറയ്ക്കാതെ കൊണ്ടുപോകേണ്ട പണി. അതൊന്ന് അപകടകരമായി. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട്
ശ്വാസം മുട്ടിച്ചു എന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പോൾ കുഞ്ഞുങ്ങളകത്ത് ശ്വാസം മുട്ടുമ്പോൾ മുമ്പിൽ രണ്ടുപേരും ചവറാൻ വിളിക്കുന്നുണ്ട്. ആ വേല വേണ്ട, നമ്മളിപ്പോൾ പരിഹരിക്കാം. ഇഷ്ടംപോലെ ബസ് തരാമെന്ന് ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ ബസ് തരാം. പക്ഷെ അതിനോട് കടത്തി വിടണം. ഇവിടെ പിടിച്ച് പത്തനംതിട്ട പിടിച്ചിട്ടാ പറ്റത്തില്ല. അത് ഞങ്ങളിന്ന് സംസാരിച്ചതിന് ശേഷം തീരുമാനം ഉണ്ടാവും. എന്തോ എല്ലാവരും ഉണ്ട്, എല്ലാവരും പോലീസ് അധികാരികളുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഒരു ADGP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ചുമതലയുണ്ട്. പിടിച്ചിടലിന്റെ പേരിലാണ് ഇഷ്യൂ അല്ല, അതൊക്കെ നമ്മൾ അശാസ്ത്രീയമായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ് വളരെ കറക്റ്റ്. ആളും ബഹിരും ഇല്ലാത്തടത്ത് വണ്ടി പിടിച്ചിട്ടാൽ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അശാസ്ത്രീയമായി ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കും. മുഖ്യമന്ത്രി കർശനമായി പറഞ്ഞിട്ടുണ്ട്. വളരെ സ്മൂത്തായി നടത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാൻ അദ്ദേഹം ഇപ്പോൾ കൊല്ലത്ത് വെച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട്.